അപ്പോൾ ഇതാട്ടോ എൻ്റെ ബെയർ ഫേസ് മേക്കപ്പ് ഒന്നും ഇടാത്ത. നേരത്തെ ഒരു ക്ലിപ്പും ഈ ഒരു ക്ലിപ്പും തമ്മിൽ അത്യാവശ്യം വ്യത്യാസം കാണും. അതും വളരെ കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് പോലും നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് ഒരു ടിപ്പ് പറയാം. ഒരിക്കലും ബെയർ ഫേസിൽ മേക്കപ്പ് ഇടരുത് കേട്ടോ. അതായത് സ്കിൻ കെയർ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിൻ്റെ മുകളിൽ മാത്രമേ മേക്കപ്പ് ഇടാൻ പാടുള്ളൂ. കാരണം സ്കിൻ കെയർ ഇടാതെ ഡയറക്റ്റ് ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഡാമേജ് വരാൻ ചാൻസസ് കൂടുതലാണ്. സ്കിൻ കെയർ ഇടുമ്പം അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നിൽക്കും നമ്മുടെ സ്കിന്നിൻ്റെയും മേക്കപ്പിൻ്റെ ഇടയ്ക്ക്. ഞാൻ സ്കിൻ കെയർ ഓൾറെഡി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനൊരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് വരുന്നത് ബ്ലൂ ഹെവൻ്റെ ഷിമർ മാറ്റ് എന്ന് പറയുന്നൊരു ബ്ലഷാണ്. കാണുമ്പോൾ കുറച്ച് ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങിച്ചപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ പിങ്ക് വല്ലാത്ത കളറാ, കൊള്ളില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പം ഇതാണ് സ്ഥിരം ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ബ്ലഷ് നമുക്ക് ഇടാം. കൂടിപ്പോയി, നമുക്കതെങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്യാം. ഒരു സമയത്ത് ഞാൻ ബ്ലഷേ ഉപയോഗിക്കലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണ് ബ്ലഷ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഉപയോഗിക്കത്തേ ഇല്ല. കാരണം ഇതിൻ്റെ കളർ കണ്ടോ, ഭയങ്കര കത്തി നിൽക്കുന്ന പിങ്കായിരുന്നു. പക്ഷെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത്രയും അങ്ങനെയില്ല, കുറച്ച് സറ്റിലാണ്. ഭയങ്കര എൻ്റെ സ്കിൻ ടോൺ നല്ലതായിട്ട് ചെയ്യുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ ഇടാമേ. ഇത് ലാക്മേയുടെ സ്ഥിരം എല്ലാ പെൺകുട്ടികളുടെ കയ്യിലുമുള്ള ഒരു ഐലൈനറാണെന്ന് എനിക്ക് തോന്നുന്നു. ലിക്വിഡ് ഐലൈനർ കേട്ടോ, ലാക്മേയുടെ. അപ്പം ഐലൈനർ അപ്ലൈ ചെയ്യാം. ഇതെൻ്റെ ഒരു ഗോ ടു മേക്കപ്പ് കേട്ടോ. അതായത് ഞാൻ എവിടെ പോയാലും എൻ്റെ ബേസിക് മേക്കപ്പ് ഇതാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊന്നും ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചെയ്യാറുണ്ട് കൺസീലർ, ഫൗണ്ടേഷൻ, അതൊക്കെ പക്ഷേ റെയർ ആണ്. എന്തെങ്കിലും കല്യാണമോ അല്ല അടുത്താറെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് വേർത്തൊലിക്കും. അതുകൊണ്ട് അധികം മേക്കപ്പ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറില്ല. നമ്മൾ കണ്ണെഴുതി കേട്ടോ. ഒത്തിരി അങ്ങ് ഭയങ്കര ഞാൻ തിക്കായിട്ട് കണ്ണെഴുതാറില്ല, എന്നാൽ ഒത്തിരി തിന്നുമല്ലോ. ഒരു മീഡിയം ഇതിലാണ് ഞാൻ കണ്ണെഴുതുന്നത്. ഇനി നമുക്ക് വേറൊരു മസ്റ്റ് സാധനം, ലിപ്സ്റ്റിക്ക്. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു പീച്ച് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പീച്ച് കളർ എൻ്റെ അധികം ഇല്ലാത്തൊരു കളറാണ് ഇത് കുറച്ച് നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതായത് ഒരു നാച്ചുറൽ ടിൻറ്റ് പോലെ തോന്നും. അത് ഒത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട ഒരു എഫക്റ്റ് ഒന്നും തരത്തില്ല. ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തോന്നും, പക്ഷെ എന്നാലും ആ ഒരു കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു കളറാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. വേണമെങ്കിൽ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് വെച്ച് ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. ഇതൊന്നും ഏതാ ബ്രാൻഡെന്ന് പോലും എന്നോട് ചോദിക്കില്ല. പഴയതാണ്. അതുമാത്രമല്ല ഭയങ്കര ഒരു ഹൈ എൻഡ് ബ്രാൻഡൊന്നും അല്ല. ഹൈ എൻഡും അല്ല, നമുക്കറിയാത്ത ഏതൊരു ബ്രാൻഡ് ആമസോണിൽ കിട്ടത്തില്ലേ, അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഓർമ്മല്ല, ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ കൊള്ളാവുന്നത് ഇത് മാത്രമായിരുന്നു. തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക്. കണ്ടോ, ഭയങ്കര ഈസി. കൺസീലർ ഉപയോഗിച്ചിട്ടില്ല, ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പിൽ എന്തോരം സാധനമുണ്ട്. പ്രൈമർ ഉപയോഗിച്ചിട്ടില്ല, കൺസീലർ, ഫൗണ്ടേഷന്, ഹൈലൈറ്റർ, ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല, ഐഷാഡോ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് എനിക്കൊന്ന് മൂന്ന് പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, ഐലൈനർ. എൻ്റെ ഗോ ടു മേക്കപ്പ് ഇതാട്ടോ. ഞാൻ എവിടെ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുക അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തൊന്ന് പോവുക, എവിടെ പോകണമെങ്കിലും ഇതാണ് എൻ്റെ മേക്കപ്പ്. മോസ്റ്റ് ഓഫ് ടൈം ഇതാണ് എൻ്റെ ബേസിക് മേക്കപ്പ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാ പെൺകുട്ടികളുടെയും ഡെയിലി മേക്കപ്പ് ആണെന്ന് തോന്നുന്നു. ഐലൈനർ, ലിപ്സ്റ്റിക്കും മസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ബ്ലഷ് എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ബ്ലഷ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഡിസിഷനാണ്. സോ യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ എവ്രിഡേ ഗോ ടു മേക്കപ്പ്. നിങ്ങളുടെ എന്താണെന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.